ഇത്തിരി കടുത്ത ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും യുഎസിന്റെയും മധ്യസ്ഥതയിൽ ഗസയിലെ വെടിനിർത്തൽ കരാർ ചർച്ച നടക്കുകയാണ്. അതിനിടെ നെതന്യാഹുവിന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിൽ നിന്ന് ഒരു പണി. പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായ ജെഫ്രി സാഷ് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് പണിയുടെ രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പട്ടിയുടെ മകനാണ് എന്ന് പറയുന്ന വീഡിയോ. ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുകയാണ് നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതന്യാഹുവും താനും വളരെ ക്ലോസ് സുഹൃത്തുക്കളാണ് എന്നൊരു പ്രസ്താവന ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം നടത്തിയത്. അത് പറഞ്ഞ് അധികം ആയിട്ടില്ല. അതിനു മുൻപ് നെതന്യാഹു പട്ടിയുടെ മകനാണ് എന്ന് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായ ജെഫ്രി സാഷ് പറയുന്ന ഒരു വീഡിയോ ട്രംപ് ഷെയർ ചെയ്തത് എന്തിനാണ് എന്നാണ് ഇപ്പോൾ പലർക്കും സംശയം. കൊളംബിയ സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ജെഫ്രി സാഷ് നെതന്യാഹുവിനെ കുറിച്ചും നെതന്യാഹുവിന്റെ തട്ടിപ്പുകളെ കുറിച്ചും ഒക്കെ പറയുന്നത്. യുഎസ് പശ്ചിമേഷ്യയിൽ നടത്തുന്ന യുദ്ധങ്ങളെല്ലാം എവിടെ നിന്നാണ് വരുന്നത് എന്നറിയാമോ എന്ന് ജെഫ്രി സാഷ് ചോദിക്കുന്നു. നെതന്യാഹുവാണ് ഈ യുദ്ധങ്ങളെല്ലാം കൊണ്ടുവന്നത്. യുഎസ് വിദേശ നയത്തെ സ്വാധീനിച്ച് പശ്ചിമേഷ്യയിൽ അവസാനമില്ലാത്ത യുദ്ധമുണ്ടാക്കുകയാണ് നെതന്യാഹു ചെയ്യുന്നത് എന്ന് ജെഫ്രി സാഷ് ആരോപിക്കുന്നു. ഹമാസിനെയും ഹിസ്ബുള്ളയും അവർക്ക് പിന്തുണ നൽകുന്ന ഇറാഖ്, സിറിയ, ഇറാൻ സർക്കാരുകളെ അട്ടിമറിക്കാൻ 1995 മുതൽ നെതന്യാഹു ശ്രമിക്കുന്നുണ്ട്. അതിലേക്ക് ഇപ്പോൾ യുഎസിനെ കൂടി വലിച്ചിഴയ്ക്കുകയാണ്. ഇപ്പോൾ ഇറാനുമായി യുദ്ധമുണ്ടാക്കാനും നെതന്യാഹു ശ്രമിക്കുന്നു. യുഎസിനെ അവസാനിക്കാത്ത യുദ്ധങ്ങളിലേക്ക് വലിച്ചിഴച്ച നെതന്യാഹു യുഎസ് രാഷ്ട്രീയത്തിൽ തനിക്കുള്ള സ്വാധീനം മൂലം രക്ഷപ്പെടുകയാണ് എന്നുമൊക്കെ ജെഫ്രി പ്രസംഗത്തിൽ പറയുന്നുണ്ട്. യുഎസിലെ ഇസ്രായേൽ അനുകൂല ലോബി ഗ്രൂപ്പുകളെ കുറിച്ചും ജെഫ്രി സൂചന നൽകുന്നു. യുഎസിലെ മുൻ സർക്കാരുകളുടെ നയങ്ങളെ വിമർശിക്കുന്ന പഴയ വീഡിയോകൾ പൊതുവെ അതെടുത്ത് ഷെയർ ചെയ്യുന്ന ശീലം ട്രംപിനുണ്ട്. എന്നാൽ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും യുഎസിന്റെയും മധ്യസ്ഥതയിൽ ഗസയിലെ വെടിനിർത്തൽ കരാർ ചർച്ച നടക്കുമ്പോൾ എന്തിനാണ് ട്രംപ് ഈ വീഡിയോ ഷെയർ ചെയ്തത് എന്നതിന്റെ കാരണം വ്യക്തമല്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇനി തന്റെ ഉള്ളിലിരിപ്പാണ് ജെഫ്രി സാഷ് പറഞ്ഞത് എന്നതാണോ എന്താണ് എന്നറിയില്ല. എന്തായാലും നെതന്യാഹു തന്റെ ഉറ്റ സുഹൃത്താണ്. അത് വിട്ടൊരു കളിയില്ല ഡൊണാൾഡ് ട്രംപിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും യുഎസിൽ നിന്നും കുടിയേറിയ 82,700 ജൂതന്മാർ 2024 ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്തു എന്ന ഒരു റിപ്പോർട്ട് ഇതിനിടെ പുറത്തു വരുന്നുണ്ട്. ഗസ അധിനിവേശവും ഹിസ്ബുള്ളയുടെ ആക്രമണവും ഉണ്ടാവും എന്ന ഭയവും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ഇതിന് കാരണമെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിലെ സമ്പന്നമായ വടക്കൻ തെക്കൻ പ്രദേശങ്ങളിൽ നിന്നാണ് 43% പേരും സ്വന്തം നാട്ടിലേക്ക് തിരികെ പോയിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 തുഫാനുൽ അക്സയ്ക്ക് ശേഷം 1,17,000 പേരാണ് രാജ്യം വിട്ടുപോയത്. അതേസമയം ഇസ്രായേലിലേക്ക് പുതുതായി കുടിയേറുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായതായും ഇസ്രായേലിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പറയുന്നുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 18,000 പേരുടെ കുറവാണ് ഉണ്ടായത്. ഇസ്രായേലിലെ ജനസംഖ്യാ വളർച്ചയിലും 2024 വലിയ കുറവുണ്ടായി. 2023 1.6% ജനസംഖ്യാ വളർച്ച 1.1% കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചരിത്രത്തിലാദ്യമായി ഇസ്രായേലിലെ ജനസംഖ്യ 1 കോടിയിൽ എത്തിയിരിക്കുകയാണ്. രാജ്യത്ത് ഒരു വർഷത്തിലധികമായി സ്ഥിരമായി താമസിക്കുന്ന 2,16,000 വിദേശികളും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് കണക്ക്. ജനസംഖ്യയുടെ 76.9% ജൂതന്മാരാണ്, 21% അറബ് ജനതയാണ്, 2% അറബ് ഇതര ക്രിസ്ത്യാനികളാണ്. 2024 1,81,000 കുട്ടികളാണ് ഇസ്രായേലിൽ ജനിച്ചത്. ഇതിൽ 76% പേരും ജൂത കുടുംബങ്ങളിലാണ് ജനിച്ചത്. 2024 51,400 പേർ മരിച്ചു. മരണനിരക്ക് 2023 1,800 എണ്ണം കൂടുതലാണ്. ഇതിൽ ഗാസയിലും ലബനനിലും കൊല്ലപ്പെട്ട 1,870 സൈനികരും ഉൾപ്പെടുന്നുണ്ട്. ജനനവും മരണവും തമ്മിലുള്ള വിടവ് 1,12,000 ജൂതരാഷ്ട്രത്തിന്റെ ക്രൂരതകൾ എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പലപ്പോഴും ഇസ്രായേൽ വിരുദ്ധത പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്ക്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്രായേൽ വിരുദ്ധത വർദ്ധിച്ചു വരുന്നു. നിരവധി ജൂതന്മാർ അതുകൊണ്ട് തന്നെ ഇസ്രായേലിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതെന്തൊക്കെയായാലും ശരി തന്നെ നെതന്യാഹുവിന്റെ ആ ഒരു കഴിവ് കണ്ടിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പിന്നോട്ടില്ലാത്ത, അല്ലെങ്കിൽ താൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആ ഒരു രീതിയും നിലപാടും ഒക്കെ കണ്ട് ഭയന്ന് തന്നെയാണ് പലപ്പോഴും നെതന്യാഹുവിനെതിരെയും ഇസ്രായേലിനെതിരെയും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്. അദ്ദേഹം യുദ്ധകൊതിയനാണെന്നും അല്ലെങ്കിൽ അദ്ദേഹം ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുമൊക്കെ. പക്ഷെ എന്തു വന്നാലും ശരി, എന്തിനു വേണ്ടിയാണോ താൻ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ താൻ പോരാടുന്നത്, ആ പോരാട്ട ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നത് തന്നെയാണ് നെതന്യാഹുവിന്റെ ഓരോ നിമിഷത്തെയും തീരുമാനം. ആ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം മാറില്ല, ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞെടുത്ത് ഹമാസ്, ഹിസ്ബുള്ള അത്തരക്കാരെല്ലാം, ആ ഭീകരവാദികളും അതുപോലെ തന്നെ മറ്റ് നിലപാടുകൾ കടുപ്പിച്ച് നിൽക്കുന്നവരുമൊക്കെ എത്തുന്നത് വരെ അദ്ദേഹം തൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനിടയിൽ ഇത്തരത്തിലുള്ള അപവാദങ്ങൾ, ആരോപണങ്ങളൊക്കെ നെതന്യാഹുവിൻ്റെ നേരെ വന്നു എന്നിരുന്നാലും, അല്ലെങ്കിൽ നെതന്യാഹുവിനെ ഇങ്ങനെ പട്ടിയെന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള രീതിയിലുള്ള വാക്കുകൾ കൊണ്ട് അപഹസിച്ചാലും ശരി, അതൊന്നും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊന്നും സ്പർശിക്കുക പോലുമില്ല എന്നതാണ് ഏറ്റവും പരമമായ സംഗതി. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെ ചൊടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും. ന്യൂസ് ഡെസ്ക് കർമാനസ്.